ഗുഡ് മോർണിംഗ് ഓൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബാരിയേഴ്സാണ് നോക്കി. അപ്പം ഇന്ന് ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവ് ആക്കാം, ഇത്ര നന്നായിട്ട് ഒരാളോട് സംസാരിക്കാം, അതെങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാം എന്നതാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓർക്കും ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് കേട്ടോ. കാരണം ഇത് ജസ്റ്റ് സംസാരിക്കുന്ന പോലെ അത്ര വലിയ കഥയും കവിതയൊന്നും അല്ലാത്തതുകൊണ്ട് ശരിക്കും നോക്കണം. കാരണം ഇതൊരു നമ്മൾ ചുമ്മാ സംസാരിക്കുന്ന പോലെയാണല്ലോ. അപ്പം ഇനി വരുന്ന ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ, ഈ ഒരു ഇന്നത്തെ ഇതാണെങ്കിലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചുമ്മാ പറയാനേ പറ്റുള്ളൂ. ചുമ്മാ ജനറൽ ഐഡിയാസാണ്. പക്ഷെ ചോദിക്കുമ്പം കൃത്യമായിട്ട് അവർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ ചോദിക്കും. അത് എഴുതി നോക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ്, ഷോർട്ട് പാരഗ്രാഫ്സ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും, ഷോർട്ട് നോട്ട്സ് പോലെ. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ആക്യുറസി എന്ന് പറയുന്നത് എന്താ എന്ന് വെച്ചാൽ വ്യക്തത എന്ന് പറയും. ഒരു കാര്യം പറയുന്നതിൽ പറയുന്നയാൾക്ക് അതിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഉണ്ടാവും. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഭൂമിക്ക് കീഴിൽ എന്തിനെക്കുറിച്ച് അറിയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു നല്ല ബിസിനസ്സുകാരനാകാൻ പറ്റും എന്ന് പറയുന്നത്. അത് തന്നെയാണ് വേണ്ടത്. ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുമ്പോൾ, ഒരു കമ്മ്യൂണിക്കേറ്റ് ഒരാൾ ചെയ്യുമ്പോൾ അതിനൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് വേണം. The single most important factor in communication is whether the information given in a communication process is accurate. Inaccurate information is given out primarily due to two reasons. അപ്പോൾ ഇനാക്യുറേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ അതിനൊരു വ്യക്തത ഇല്ലായ്മ വരാൻ രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുക. അത് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓൺ പാർട്ട് ഓഫ് ദി സെൻഡർ, എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് വലിയ ഒരു ധാരണ ഇല്ലാത്തത്. ബി എന്ന് പറയുന്നത് ഡെലിബറേറ്റ് മിസ്ഇൻഫോർമേഷൻ, ഒരാൾ അത് ഒരു കാര്യത്തെക്കുറിച്ച് മിസ്ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയാതെ അത് ഡീവിയേറ്റ് ചെയ്ത് വിടുക. ഡെലിബറേറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ മിസ്ഇൻഫർമേഷൻ കൊടുത്ത് മിസ്ഗൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരാൾ തെറ്റി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് കാരണം കൊണ്ടാണ് ആക്യുറസി പോകുന്നത്. അപ്പോൾ അത് അടുത്തത് ഡെലിബറേറ്റ് മിസ്ഇൻഫർമേഷൻ ഈസ് ഒബ്വിയസ്ലി മലീഷ്യസ്. അപ്പോൾ ആ ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളെ ആ ഒരു ഇൻഫർമേഷൻ തെറ്റിച്ച് പറയുന്നത് എന്ന് പറയുന്നത്, ഒരു കാര്യം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതെനിക്കറിയാം, ഞാനിത് എനിക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിത് എനിക്ക് നേരത്തെ അറിയാമെന്ന് മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ട് നമ്മളിപ്പം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പോകരുത്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ ആ അറിഞ്ഞുകൊണ്ട് ഒരാളെ മിസ്ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒബ്വിയസ്ലി മലീഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ആൻഡ് ദർ ഈസ് ലിറ്റിൽ യു ക്യാൻ ഡു ഇഫ് സമ്മൺ ഹൈഡ്സ് ദ ട്രൂത്ത് ഓർ ലൈസ്. അപ്പം അങ്ങനെ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒരാളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് വിടുകയോ ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിലൂടെയോ എന്താ സമ്മൺ ഹൈഡ്സ് ദ ട്രൂത്ത്, അവിടെ സത്യം മറച്ചു വെക്കുകയും അല്ലെങ്കിൽ കള്ളം പറയുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ. അപ്പം യു മസ്റ്റ് ടേക്ക് കെയർ നോട്ട് ടു എൻഗേജ് ഇൻ സച്ച് മിസ്ഇൻഫർമേഷൻ യുവേഴ്സെൽഫ്. അപ്പം അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക. ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തെറ്റായ രീതിയിൽ ആരോടും പറയാതിരിക്കുക. ഗോസിപ്പ് പറയാമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ പരദൂഷണം പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. It is not only harms someone else, but if you caught out, your self-respect will be compromised and people will not take you seriously. അപ്പോൾ ഇത് കയ്യോടെ പിടിക്കുകയാണെങ്കിൽ, ഈ ഒരു കള്ളത്തരം കയ്യോടെ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിസ്ഇൻഫർമേഷൻ കാര്യം പറയുകയാണെങ്കിൽ, if caught out, your self-respect, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുകയും ആളുകൾ പിന്നെ നിങ്ങളെ സീരിയസ് ആയിട്ട് കാണത്തില്ല. എപ്പോഴും കള്ളം പറയുന്ന ഒരാളെ ഒരിക്കലും അവർ വിശ്വസിക്കത്തില്ല. അത് തന്നെ മെയിൻ ഐഡിയ. ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഈസ് എ കോമൺ പ്രോബ്ലം. ഇപ്പം ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാതെ പോകുന്നത്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ writing reports and proposals, don't write about something if you don't know the subject well.
അപ്പോൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എഴുതുകയോ അങ്ങനെ പ്രപ്പോസൽ തയ്യാറാക്കുകയോ വരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അത് എഴുതാൻ പോകരുത്. യു മേ യൂസ് എ ലോട്ട് ഓഫ് വേർഡ്സ് ടു ഹൈഡ് യുവർ ഇഗ്നോറൻസ്, ബട്ട് അൾട്ടിമേറ്റ്ലി യു വിൽ കൺഫ്യൂസ് യുവർ റീഡേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഫ്രൂട്ട്ലെസ്. Questioning yourself constantly to check if you know what you are writing about. Write as much as you know and you will be safe. അപ്പം ഇതിന് പറയുന്നത് ഇത്രയാണ്. അറിയത്തില്ലെങ്കിൽ അത് എഴുതാൻ പോകരുത്. ഒരിക്കലും നിങ്ങളുടെ അറിവില്ലായ്മ ഒരിക്കലും മറച്ചു പിടിക്കരുത്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഒരു പണിക്കും പോയേക്കരുത്. റൈറ്റ് ആസ് മച്ച് ആസ് യു നോ ആൻഡ് യു വിൽ ബി സേഫ്. അപ്പം നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ പറയുക, സംസാരിക്കുക. അപ്പം നിങ്ങൾ യു വിൽ ബി സേഫ്. In research reports, it is extremely important to thoroughly check all the information you provide, because lack of accuracy will lead to incorrect conclusions and poor grades. ഇപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഭാവിയിൽ നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മിസ്ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കരുത്. അത് നിങ്ങളുടെ കരിയറിനെയോ അക്കാഡമിക്കിനെയോ എല്ലാം ബാധിക്കും. അത് പിന്നെ ലാസ്റ്റ് റിസൾട്ടും കിട്ടത്തില്ല, ഒരു ഗ്രേഡ് പോലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഇപ്പോൾ ഒരു പണ്ടൊക്കെ നമ്മൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും 10th ക്ലാസ്സിലും +2 ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, എന്തെങ്കിലും കിട്ടിയാൽ വാരി വലിച്ചങ്ങ് എഴുതും. ഇപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 5 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങളൊരു 5 പേജൊക്കെ എഴുതുന്നവരുണ്ട്. ഞങ്ങളുണ്ട് ഈ എക്സാം ഹാളിൽ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം വേറൊരു കുട്ടി ഒരൊറ്റ പേപ്പറിൽ തീർക്കുകയാണെങ്കിൽ അവൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്രെവിറ്റി. We are frequently in a company of people who not only talk too much but also repeat themselves endlessly. And how much times after going through pages. അപ്പോൾ ബ്രെവിറ്റി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചുരുക്കി പറയുക. നേരത്തേത് ആക്യുറസി എന്ന് വെച്ചാൽ പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം വേണം. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കണം, ഒരിക്കലും മിസ്ലീഡ് ചെയ്യരുത്, ഒരിക്കലും മിസ്ഗൈഡ് ചെയ്യരുത്. കൃത്യമായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ഉള്ള അറിവ് കൃത്യമായിട്ട് നമ്മൾ നേടിയിരിക്കണം. രണ്ടാമത്തേത് ചുരുക്കി പറയുക, ബ്രെവിറ്റി എന്ന് പറയും. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, പക്ഷെ ഇതാണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹൗ മെനി ടൈംസ് ആഫ്റ്റർ ഗോയിങ് ടു ദ പേജസ് റിസർച്ച് such problems arise because in such cases the speaker or writer is seeking to impress the audience and to show his or superiority. അപ്പം ഇത് തന്നെ കാര്യം. ചില വിദ്യാർത്ഥികൾ ഒത്തിരി എഴുതിയിട്ടൊന്നും കാര്യമില്ല, ഒരു കുറേ പേജ് മേടിച്ചോ കുറേ പേപ്പർ മേടിച്ചോ ഒന്നും കാര്യമില്ല. അപ്പോൾ സാധനം ചുരുക്കി പറയുക, അല്ലാതെ ഒരാളുടെ ബയോഗ്രഫി എഴുതുകയോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓഥറിനെ കുറിച്ച് പണ്ട് ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്കില്ല, നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ളവരാണെങ്കിലും ഓഥറിനെ കുറിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് ചോദിച്ചു തന്നാൽ അതങ്ങ് എഴുതിയാൽ മതി. അല്ലാതെ പോയത്തിനെ കുറിച്ച് എഴുതിയ ആളെ കുറിച്ചോ എഴുതിയ ആളുടെ വീട്ടിലെന്താ നടക്കുന്നു, അയലൊക്കത്തെ എന്താ, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പം കാര്യങ്ങൾ ചുരുക്കി പറയാൻ ശ്രമിക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൂടുതൽ എഴുതിയെന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ സുപ്പീരിയോറിറ്റി അവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ കമ്പനി മാനേജർ. ഇതാണ് ബ്രെവിറ്റിയുടെ ഒരു എക്സാമ്പിൾ. ഇറ്റ് ഈസ് മൈ ജോബ് ടു എൻഷുർ പ്രോപ്പർ പ്രോസസ് ഡിപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ടു സപ്പോർട്ട് പ്രോസസ് institutionalization and sustainment. Business process management is the core deliverable of my role, which requires that I identify process competency gaps and fill those gaps. അപ്പോൾ അത്രയും പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഐ ആം ദ ട്രെയിനിങ് ഡയറക്ടർ എന്ന് വെച്ചാൽ ഞാനാണ് ട്രെയിനിങ് ഡയറക്ടർ, ഞാനാണ് ആ ഒരു പദവിയിലാണ് ഞാനുള്ളത്. അതിനാണ് പുള്ളി അത്രയും വളച്ചു ചുറ്റിപ്പോയത്. കാര്യം ചുരുക്കി പറയാൻ ശ്രമിക്കുക. അപ്പോൾ ദ പ്രോബ്ലം ലൈസ് ഇൻ ഫാക്ട് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദ നമ്പർ ഓഫ് വേർഡ്സ് യൂസ്ഡ് ബെറ്റർ കൺവേസ് എ മെസ്സേജ്. അപ്പോൾ കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ എഴുതിയ അല്ല കുറേ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് എന്താ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. അത് പറയുന്നത് തെറ്റാണ്. പക്ഷേ ചെറിയ കാര്യം പറയുക, അതിൽ തന്നെ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കണം. വാട്ട് ദേ കൺവീനിയൻ്റ്ലി overlook is that content is what really matters. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക, കണ്ടന്റ് ഈസ് വാട്ട് റിയലി മാറ്റേഴ്സ്. അപ്പോൾ എന്താണോ വേണ്ടത് അത് മാത്രം എഴുതും. ഇപ്പോൾ നിങ്ങൾ ജേർണലിസം പഠിക്കുകയാണെങ്കിൽ ജേർണലിസ്റ്റുകൾ സാധാരണ ഇപ്പോൾ ഒരു ന്യൂസ് എഴുതുകയെന്ന് വെച്ചു, ന്യൂസ് എഴുതുന്നവർ എഡിറ്റോറിയൽ സെക്ഷനിലെല്ലാം കഴിഞ്ഞ് ആ ഒരു ന്യൂസ്
എഡിറ്റോറിയൽ സെക്ഷൻ കഴിയും, അത് കഴിഞ്ഞ് ചീഫ് എഡിറ്റർ കഴിഞ്ഞ് എല്ലാം ഓരോ പ്രോസസ്സ് ഓരോ ഡെസ്കിൽ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഒരു ന്യൂസ് വായിക്കുന്നത്. അതിന് ആദ്യം ഒരു റിപ്പോർട്ടർ എഴുതിയ ന്യൂസ് ആയിരിക്കില്ല അവസാനം വരുന്നത്, അത് അത്രയും കണ്ടന്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് എഴുതേണ്ടത്. ഇൻഫാക്ട് ഗുഡ് കണ്ടന്റ് ഓഫൺ ഗെറ്റ്സ് ലോസ്റ്റ് it to many words being spoken or written and expressed too fast. So brevity is the key to effective communication. അപ്പം എന്താ പറയുന്നത്, അപ്പം നല്ല ഗുഡ് കണ്ടന്റിന് അധികം വേർഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അധികം എക്സ്പ്രഷൻ കൊടുക്കുകയോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ബ്രെവിറ്റി ഈസ് ദ കീ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ബ്രെവിറ്റി എന്ന് പറയുന്നതാണ്, ചുരുക്കി പറയുന്നതെന്ന് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഉദ്ദേശിക്കുന്നത്. Both verbal and written. The goal of effective communication is to use fewer words with more impact and purposeful. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാതെ പഠിക്കുക. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ വേർഡ്സ് കൊണ്ട് സംസാരിക്കുക, അതുപോലെ തന്നെ അതാണ് ഒരാളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം എന്താണോ കാര്യം അത് മാത്രം പറയുക, ഇത്രയേ ഉള്ളൂ. Here are some tips to remove unnecessary words from your speech or writing. അപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം ഇങ്ങനെ യൂസ് ചെയ്യാം. ഓൺ ദ പാർട്ട് ഓഫ്, അത് ഇച്ചിരി ലെങ്ത് കൂടുതലല്ലേ, അപ്പം അത് ബൈ എന്ന് പറഞ്ഞാൽ. ഓൺ അക്കൗണ്ട് ഓഫ് ദാറ്റ്, ഓൺ അക്കൗണ്ട് ഓഫ് ദി ഫാക്ട് ദാറ്റ്, അപ്പം അത് ബിക്കോസ് ഇച്ചിരിയും കൂടെ വിചലംബിച്ച് പറയുന്നതാണത്. അപ്പം നൗ അറ്റ് ദ പ്രസൻറ്റ് ടൈം, അതിന് പകരം നൗ യൂസ് ചെയ്താൽ മതി. സച്ച് ആസ് ദി ഫോളോയിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് യൂസ് ചെയ്താൽ മതി. ദ ഷോ കെയിം ടു ആൻ എൻഡ്, ദ ഷോ എൻഡഡ് എന്ന് പറഞ്ഞാൽ മതി. ഇൻ ദ മെജോറിറ്റി ഓഫ് ഇൻസ്റ്റൻസസ്, മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മതി. അതിന് വലിച്ചു വാരി ഇങ്ങനെ എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്തത് ക്ലാരിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, അതറിയാലോ. Letter to the 2 points discussed earlier in the concept of clarity. Clear writing or speech immediately grabs attention. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആയിരിക്കണം, കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും. ബ്രെവിറ്റി എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാൻ പഠിക്കണം. ക്ലാരിറ്റി എന്ന് പറയുന്നതിനൊരു വ്യക്തത ഉണ്ടാവണം. അപ്പം അതിനാണ് കൂടുതൽ അറ്റൻഷൻ ലഭിക്കുന്നത്. ടെക്നിക്കൽ, ബിസിനസ് ആൻഡ് ഇപ്പം നിങ്ങൾ മോഹൻലാൽ സംസാരിക്കുന്നത്, ഇപ്പോൾ മോഹൻലാൽ സംസാരിക്കുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ കഴിഞ്ഞ പോയത്തിൽ. കാരണം ആ ഒരു പോയം പഠിപ്പിക്കണമെങ്കിൽ കഴിഞ്ഞ ഏതൊരു പോയമായിരുന്നു, ഖലീൽ ജിബ്രാൻ്റെ ഒരു പോയമായിരുന്നു. അപ്പം അത് സൂഫി സന്യാസിയാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് ഒരിക്കലും വ്യക്തമാക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ ചില പോയംസ് ഉണ്ട്, ഒരിക്കലും നമുക്കത് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കത്തില്ല, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പം എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. റൂമിയുടെ കവിതകൾ, ജലാലുദ്ദീൻ റൂമി എന്ന് പറയും, ഒരു സൂഫി പോയറ്റാണ്. ഓഷോ, അതുപോലെ ഖലീൽ ജിബ്രാൻ. അപ്പം ഇവരെല്ലാം ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല, അവരുടെ അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള പോയംസ്. നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല അത്. അപ്പം ടെക്നിക്കൽ, ബിസിനസ് ആൻഡ് ലീഗൽ കമ്മ്യൂണിക്കേഷൻ ഈസ് റിഫ് ആൻഡ് വാട്ട് ഈസ് കോൾഡ് ജാർഗൺ എന്ന് പറയുന്ന ആ ഒരു ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ സ്പെഷ്യലൈസ്ഡ് വേർഡ്സ് ദാറ്റ് ഓൺലി പീപ്പിൾ ഫ്രം എ പർട്ടിക്കുലർ ഫീൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ജാർഗൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻസിൽ, ഈ ആദ്യത്തെ സെക്ഷനിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഇല്ലേ, പാരഗ്രാഫ് റൈറ്റിംഗ് അല്ല, അതിൻ്റെ അത് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ, ഇമ്പോർട്ടൻ്റാണ്. അത് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഇപ്പം ജാർഗൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എടുത്ത ലാംഗ്വേജ്, ഇപ്പം എന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തത് ലിറ്ററേച്ചറാണ്, നിങ്ങൾ പഠിക്കുന്നത് ബികോം കൊമേഴ്സ്. അപ്പം നിങ്ങളെ പല ഷെയർ മാർക്കറ്റ്, പിന്നെ അങ്ങനെ കുറേ ടേംസ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതൊന്നും എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെ ഞാൻ പറയുന്ന ഞങ്ങളുടെ ലിറ്ററേച്ചറുകാരുടെ കുറേ യൂസേജസ് ഉണ്ട്. ഇപ്പം ലിറ്റററി ക്രിറ്റിസിസം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അത് ഓരോരുത്തരുടെയും സബ്ജക്റ്റാണ്. നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾ ബികോം കൊമേഴ്സ് എടുക്കുന്നവരുടെ ആ പർട്ടിക്കുലർ ഫീൽഡിലുള്ളവരുടെ ഓരോ വാക്കുകൾ, ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ജാർഗൺ എന്നൊക്കെ അത് ഒരു ജാർഗണാന്ന് പറയും.
എന്ന് വെച്ചാൽ ആ ഒരു ഫീൽഡിലുള്ളവർക്കേ അത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു ഇപ്പോൾ കൊമേഴ്സുകാരൻ പോയി ഒരു ലിറ്ററേച്ചറുകാരന് ക്ലാസ് എടുത്താൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ലിറ്ററേച്ചറുകാരൻ അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ആൾക്കാർ പോയി വേറൊരു ക്ലാസ്സിൽ പോയി ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ സബ്ജക്റ്റിന് പറ്റിയ കുറേ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും ഒരു കോമൺ ഓഡിയൻസിൻ്റെ മുമ്പിൽ പറയരുത്, പ്രസൻറ്റ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ കൊമേഴ്സിലുള്ള ആൾക്കാർ ഒരു അച്ഛൻ പട്ടത്തിന് പോയിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ട് പ്രസംഗിക്കുകയെന്ന് വിചാരിച്ചു, ഷെയർ മാർക്കറ്റിൽ ഇത്രയും ഇടിവ് വന്നത് ലോകത്തിൻ്റെ ഡോളറിൻ്റെ വാണിജ്യ കുറവാന്നൊക്കെ പോയി ഒരു പള്ളിയിൽ പോയി പ്രസംഗിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള വഴികൾ, ആ ഒരു വാക്കുകളും ബൈബിളും അതുപോലെ ഏതൊരു മതം എടുത്താലും ആ ഒരു ഗ്രന്ഥത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരിക്കലും പോയി ഷെയർ മാർക്കറ്റ് പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരിക്കലും അത്രയും ജാർഗൺ വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അല്ലെങ്കിൽ ജാർഗൺസ് യൂസ് ചെയ്യുന്നത്, ജാർഗൺസ് ഇംപ്ലൈസ് ദാറ്റ് ബോത്ത് ദി സെൻഡർ ആൻഡ് റെസിപ്പിയൻ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി നോ ദ മീനിങ് ഓഫ് ദി വേർഡ്സ് ബീങ് യൂസ്ഡ്. അല്ലെങ്കിൽ പിന്നെ ആ യൂസ് ചെയ്യുന്ന ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡൊക്കെ എല്ലാ ആളുകൾക്കും അറിയാമെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ, ജാർഗൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചെറുപ്പക്കാർ കുട്ടികളായിട്ടുള്ളവർ ഈ ഒരു ഏജിലുള്ളവർ പോയിട്ട് വലിയ പ്രായമുള്ളവരോട് പോയിട്ട് അപ്പൂപ്പ അത് സീനാണല്ലോ, അത് ശരിയാവത്തില്ല, അത് ഇച്ചിരി കോൺട്രയാണല്ലോ, സീൻ കോൺട്രയാണല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് തന്നെ അപ്പൂപ്പനെന്താ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് അതൊരു ജാർഗൺ വേർഡാണ്, അതൊരു ഏലിയൻ വേർഡാന്ന് പറയും. While some of it is necessary in academic and technical communication, the information we provide these days reaches far wider audience that we can think of. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ ലഭ്യത എന്ന് പറയുന്നത് വളരെ അനേകമാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോൾ പ്രായമുള്ളവരോട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരോർക്കും ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി കുറവ് വരും, കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു വിടവ് വരും. അപ്പോൾ ഇന്ന് അക്കാഡമിക്കലും ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനിൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. Therefore, communication experts everywhere are asking professionals to write plain English. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ്, സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതാനാണ് പറയുന്നത്. ഇംഗ്ലീഷ് ദാറ്റ് ഈസ് നോട്ട് സിംപ്ലിസ്റ്റിക് ബട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ എവരി വൺ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത് സിമ്പിൾ ആയിരിക്കണം, അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആദ്യം കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസ് അല്ല, അത് ഇച്ചിരിയും കൂടെ രണ്ടാമത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റി കിട്ടും. അടുത്തിലേക്ക് പോകുമ്പോൾ ഹൗ ക്യാൻ യു എൻഷ്യൂർ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് ക്ലാരിറ്റി കൊണ്ടുവരാം? അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ് റിയലി വെൽ. ഇഫ് യു ആർ writing for fellow engineers, you can use some jargon common to that trade. അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ എൻജിനീയേഴ്സിനോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അവർക്ക് ഒരു എഴുതുക, ബികോംകാർക്ക് അല്ലെങ്കിൽ കൊമേഴ്സുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് എഴുതുക, അവരുടെ ലാംഗ്വേജിൽ എഴുതുക. അപ്പം ഒന്നാമത്തെ കാര്യം ഓഡിയൻസിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്ന് വെച്ചാൽ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം. തിങ്ക് ബിഫോർ യു സ്പീക്ക് ഓർ റൈറ്റ്. എന്തെഴുതിയാലും അതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, അത് എഴുതണോ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ക്ലിയർ തോട്ട്. Clear communication comes from clear thought. If you don't fully understand the process or the problem, you can't explain to the others. So, മനസ്സിലായില്ലേ? Develop one idea per paragraph at one time. ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയയെ പാടുള്ളൂ. പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണെങ്കിൽ ഒരു പാരഗ്രാഫിൽ ആ ഒരു ഐഡിയ പാടുള്ളൂ. ഇപ്പോൾ ഓരോ പോയത്തിനെ കുറിച്ച് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് പാര എന്ന് പറയുന്നത് പോയറ്റിനെ കുറിച്ചുള്ള, പുള്ളിയെക്കുറിച്ചുള്ള. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ടൈറ്റിലിനെ കുറിച്ച് എഴുതണം, പോയിന്റ് ടൈറ്റിൽ. തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദി പോയം. ലാസ്റ്റ് വേണം കൺക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഓർഡർ കീപ്പപ്പ് ചെയ്യണം. പിന്നെ യൂസ് ക്ലിയർ കോൺവെർസേഷണൽ ലാംഗ്വേജ് ആൻഡ് പീപ്പിൾ വിൽ ഹിയർ ഓർ റീഡ് വാട്ട് യു ഹാവ് ടു സേ. അപ്പോൾ പറയുന്നതിന്, ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് വേണം സംസാരിക്കാൻ. ഒരിക്കലും മറ്റൊരാൾ കേൾക്കാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല. പറയുമ്പോൾ നല്ല വ്യക്തത ഉണ്ടായിരിക്കണം.
അടുത്തത് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് വെച്ചാൽ അനുയോജ്യമായിട്ടുള്ളത്. ഓരോ ആൾക്കാർക്കും അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുണ്ട്, അവരവരുടെ സംസാരമുണ്ട്, അവരുടെ കൾച്ചറുണ്ട്, അല്ലേ? Appropriate communication depends on two elements: the use of appropriate channels and media of communication, and cultural appropriateness. രണ്ട് എലമെൻ്റ് ആണുള്ളത്, ദ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ചാനൽസ് ആൻഡ് മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമുക്ക് സാധിക്കുന്ന ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡിങ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ when trying to communicate, it is always better to use channels and media the audience or readership is familiar with. അപ്പം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഈ ഒരു കാലത്ത് ആര് റേഡിയോ ഒന്നും യൂസ് ചെയ്യുന്നവരല്ല, അതും എഫ് എം ഒക്കെ ചുരുക്കം ചിലരെ കേൾക്കാറുള്ളൂ. അപ്പം എന്താണോ ഇപ്പോൾ ഈ ഒരു കാലത്ത് വേണ്ടത് അതാണ് നമ്മൾ ആക്സസ് ചെയ്യുള്ളൂ. ഇപ്പോൾ യൂട്യൂബിൽ ഒത്തിരി ആളുകൾ അവരുടെ പ്രൊഡക്ട്സ് അവരുടെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ലോകത്തിന് ഇപ്പം വേണ്ടത് അതാ ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം പോയിട്ട് റേഡിയോ ഒന്നും കേൾക്കുന്നവരാരുമില്ല. അപ്പം യൂസ് അപ്രോപ്രിയേറ്റ് ചാനൽസ്. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒത്തിരി ഈ ഒരു കാലഘട്ടത്ത് യൂസ്ഫുള്ളായിട്ടുണ്ട്. എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു ചാനൽ എന്ന് പറയുന്നത് മൊബൈൽ ഫോണും വാട്സപ്പും ഒക്കെയാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് കോവിഡ് വന്ന ഈ ഒരു സിറ്റുവേഷൻ എങ്കിൽ വലിയ പാടായാണ്. കാരണം അടച്ചിടുക എന്നുള്ളൂ. സീറോ അക്കാഡമിക് അവർ പോലെ ഈ ഇയർ പോലെ തന്നെ ഒന്നും പഠിപ്പിക്കേണ്ടാത്ത രീതിയിൽ വേണം. കാരണം നമുക്ക് ഇൻഫർമേഷൻ അറിയുന്നത് പത്രങ്ങളിൽ കൂടെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ടി വി ആയിരിക്കും. ഇതിപ്പം നമുക്ക് മൊബൈൽ എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നുള്ളൂ. അപ്പം ഇതൊരു ഗുഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. കാരണം നമ്മൾ പ്രോപ്പർ മീഡിയ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ. അങ്ങനെ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മീഡിയം നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ടാമത്തേത് കൾച്ചറൽ അപ്രോപ്രിയേറ്റ്നെസ് ആണ്. സെക്കൻഡ് ഫാക്ടർ ഈസ് കൾച്ചറൽ അപ്രോപ്രിയേറ്റ്നെസ്. വെൻ ഡു യു നീഡ് ടു ബി ജാസി ആൻഡ് വെൻ സോബർ? വാട്ട് ഷുഡ് ബി യുവർ ബോഡി ലാംഗ്വേജ്? ദിസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ യുവർ ഓഡിയൻസ് ഓർ റീഡർഷിപ്പ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കൾച്ചർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോ മനുഷ്യരുടെ സ്വഭാവം. അപ്പോൾ ദിസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ യുവർ ഓഡിയൻസ് ഓർ റീഡർഷിപ്പ്. അപ്പോൾ എന്ത് വേണം, എന്താണ് ഓഡിയൻസിന് വേണ്ടത് എന്നത് നമ്മൾ ഓഡിയൻസിനെ കണ്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ആങ്കർ കല്യാണ വീട്ടിൽ ഇപ്പോൾ സാധാരണ ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടുമിക്ക കല്യാണത്തിനും പുറത്ത് ഒരു ആങ്കറിനെ കൊണ്ടുവരും. അപ്പോൾ ആ ആങ്കർ ഒരിക്കലും ആ ഒരു ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം പെർഫോം ചെയ്യാൻ. അല്ലാതെ പോയിട്ട് എല്ലാവരും എണീറ്റ് നിൽക്കുകയും തുള്ളിച്ചാടുന്നൊന്നും പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിന് യോജിച്ചതല്ല. അപ്പം ഓരോ സന്ദർഭത്തിനും പറ്റിയ ഓരോ കാര്യങ്ങൾ. ഒരിക്കലും മരിച്ച വീട്ടിൽ പോയിട്ട് നമുക്ക് പോയിട്ട് ഇച്ചിരി കൂടെ ഒച്ചത്തിൽ കരയുന്നൊക്കെ പറഞ്ഞാൽ അവർ പിടിച്ചടിക്കും. അപ്പം ഓരോ ഓഡിയൻസിനും ഓരോ സിറ്റുവേഷനും ഓരോ കൾച്ചറുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ, പറയാവുള്ളൂ. But India is a segmented society and there are unwritten codes of conduct for different age groups, gender, classes and regions. അപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്. ഇപ്പോൾ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് കേരളം സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം എടുക്കുക. അപ്പോൾ ഒരു 20 വയസ്സ് വരെയുള്ള ഒരു കൊച്ചെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കുട്ടി എന്ന് വിളിക്കും. 20-30 വയസ്സുള്ളവരെ ചേച്ചി എന്ന് വിളിക്കും. 30-40 വയസ്സുള്ള ഇച്ചിരിയും കൂടെ മുതിർന്ന പേര് വിളിക്കും. അത് കഴിഞ്ഞ് അമ്മച്ചി എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് വിളിക്കും. അങ്ങനെ ഓരോ വയസ്സ് കഴിയും തോറും ഓരോരുത്തരുടെ നാമം മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഒരിക്കലും ഒരു അമ്മൂമ്മയ്ക്ക് ഒരു ചേച്ചി എന്ന് വിളിക്കാൻ പാടില്ല. അപ്പം മോളെ എന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ ഓരോ കൾച്ചറുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഓരോ ഏജ് ഗ്രൂപ്പിനും ഉണ്ട് ഇന്ത്യയിൽ. അതുപോലെ ജെൻഡറിനും ഉണ്ട്. ആണുങ്ങൾക്കും അങ്ങനെ ചേട്ടാ, ചേച്ചി, ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവം. അത് ക്ലാസ്സസിനും ഉണ്ട്. ഓരോ ക്ലാസ്സസിനും അതുണ്ട്. അതുപോലെ തന്നെ റീജിയൻസ്, ഓരോ സ്ഥലത്തുള്ള ആളുകൾക്ക് ഓരോ കോഡ്സ് ഓഫ് കോണ്ടാക്റ്റാണ്. അപ്പം
മധ്യ തിരുവിതാംകൂറായിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്ത് കോട്ടയം തിരുവിതാംകൂർ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു കൾച്ചർ. അതുപോലെ മലബാർ റീജിയനിലുള്ളവർക്ക് വേറെ. അതുപോലെ താഴോട്ട് ചെല്ലുന്നത് തിരുവനന്തപുരം, അവർക്കൊരു വേറെ വ്യത്യാസമായിട്ടുള്ളൊരു കൾച്ചർ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ പറ്റും. മലയാളീസിന് എവിടെ നിന്ന് വരുന്നവരാണെന്ന് തമിഴ് തൃശ്ശൂരുകാരെ അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവരെന്താ, ഏത് ഭാഗത്തുള്ളവരാണ്. അതുപോലെ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അവരുടെ മലയാളം പറച്ചിലെന്ന് പറയുന്നത് കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഉള്ളവർ പെട്ടെന്നായിരിക്കും പറയാം. നമുക്ക് എന്താന്ന് ഇങ്ങനെ അന്തിച്ചു. അവർ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാരഗ്രാഫ് എടുത്ത് സംസാരിക്കുന്ന കാര്യം അവരൊറ്റ സെൻറ്റൻസിൽ അവർ പറഞ്ഞു. ഇത്ര സ്പീഡാണ്, നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം എന്താ, ഇന്ത്യയിൽ മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് വി ഫൈൻഡ് എ യൂണിറ്റി. അല്ലേ, ഇത്രയും കൾച്ചറിൻ്റെ ഇടയിൽ നമുക്കൊരു യൂണിറ്റി ഉണ്ട്, അതാണ് ഇന്ത്യ. അപ്പം നമ്മൾ മലയാളീസ് പോയിട്ട് ഒരിക്കലും പഞ്ചാബിൽ പോയിട്ട് മറ്റേ സിനിമയിൽ ഗോദയിൽ പറയുന്ന പോലെ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് പൊറോട്ട ബീഫ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിട്ട് പഞ്ചാബിൽ ചെന്നാൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ട് ബീഫ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കൈവെക്കും. കാരണം അത് വേറൊരു കൾച്ചറിൻ്റെ ഭാഗം അവർ അവിടെ ആചരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചോദ്യം ചെയ്യാൻ പോലും പാടില്ല, കാരണം അവരുടെ കൾച്ചർ അതാണ്. അപ്പം അവരുടെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് യു മേ ഡിസഗ്രി വിത്ത് ദം, അവരുമായിട്ട് ഡിസഗ്രി ഉണ്ടാവും, പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി അവെയർ ഓഫ് ദീസ് കോഡ്സ് ആൻഡ് ടു റെസ്പെക്ട് ദം വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ അവരെ ബഹുമാനിക്കാനും അവരെ ബഹുമാനിച്ചാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ദ മെസ്സേജ് വിൽ നോട്ട് വെൽ റിസീവ്ഡ്, മെസ്സേജ് ശരിക്കും എത്തത്തില്ല. അപ്പോൾ യു കനോട്ട് മേക്ക് ദി സെയിം കൈൻഡ് ഓഫ് പ്രസന്റേഷൻ ടു ആൻ അർബൻ ആൻഡ് റൂറൽ ഓഡിയൻസ്. ഇപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ ഗ്രാമത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും പോയിട്ട് ആ ഒരു രീതി, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ വന്നിട്ട് ഒരു ഗ്രാമത്തിൽ സംസാരിക്കുന്നത് ഒരു എറണാകുളം സിറ്റിയിൽ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പം അത് ആ ഒരു കൾച്ചർ വ്യത്യാസമായതുകൊണ്ട് ഇപ്പോൾ കൾച്ചർ അനുസരിച്ച് കൾച്ചർ കണ്ടു വേണം, അറിഞ്ഞു വേണം പെരുമാറാൻ. ഏജ്ഡ് ഓഡിയൻസ് മേ ബി ഓഫൻഡ് ഇഫ് ദി യങ് പേഴ്സൺ യൂസസ് ടു എക്സ്പ്രസീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് വാണ്ട് എ മോർ ഫോർമൽ പ്രസൻറ്റേഷൻ. ഇപ്പം കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക്, അവർക്ക് ചെറുപ്പക്കാർ തുള്ളിക്കളിക്കുന്നതൊന്നും അത്ര താല്പര്യമുള്ളവരല്ല. അവർക്കൊരു ഫോർമലായിട്ട് സംസാരിക്കുന്ന ആളെ ആയിരിക്കും താല്പര്യം. ഇപ്പം യങ് ഓഡിയൻസ് വാണ്ട് മോർ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ്. ഇപ്പം ചെറുപ്പക്കാർക്ക് എപ്പോഴും ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കും താല്പര്യം. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ എപ്പോഴും താല്പര്യം ഉണ്ടാവും. ലാംഗ്വേജ് ഈസ് ഓൾസോ എ ഹ്യൂജ് ഫാക്ടർ ഇൻ കൾച്ചറലി അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ലാംഗ്വേജ് ഒരു ഘടകമാണ്. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാവും, റൂറൽ വായിച്ചാൽ മതി, ജസ്റ്റ് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു അവോയ്ഡ് ഫാളിങ് ഇൻ ടു എ culture trap in front of a diverse audience. Before a presentation, find out about the cultural composition of your audience, and if the cultures are unfamiliar, read up about them. അപ്പം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഇതൊന്നും ഇച്ചിരി കൂടെ നല്ലൊരു കൾച്ചറാണ്. അപ്പോൾ ബി അവെയർ ഓഫ് ദി മിക്സ് ഓഫ് പീപ്പിൾ ഇൻ ദി ഗ്രൂപ്പ്. വെൻ ഇൻ ഡൗട്ട്, ബി കൺസർവേറ്റീവ് ആൻഡ് ഫോർമൽ റാദർ ദാൻ കാഷ്വൽ. അപ്പോൾ അത് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം അവോയ്ഡ് മേക്കിംഗ് കൾച്ചറലി ഇൻഅപ്രോപ്രിയേറ്റ് ഓർ കൺഫ്യൂസിങ് ജോക്സ് ഓർ റിമാർക്സ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ജോക്സ്, പക്ഷേ ഒരു തമാശ, അപ്പോൾ ആരെങ്കിലും കൊള്ളിച്ച് പറയുന്ന രീതി, അതൊന്നും കമ്മ്യൂണിക്കേഷനിൽ പാടില്ല. അതുപോലെ തന്നെ ഒരു റിമാർക്ക്, ആരെങ്കിലും കളിയാക്കുന്നതോ ദേശീയവംശീയപരമായിട്ടോ മതപരമായിട്ടോ അങ്ങനെ ഒന്നും കളിയാക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അവോയ്ഡ് കൾച്ചറൽ റെഫറൻസസ് ദാറ്റ് ആർ ഇൻഅപ്രോപ്രിയേറ്റ് ഓർ കുഡ് ലൂസ് മീനിങ്. അപ്പം കൾച്ചറൽ റെഫറൻസസ്, ഇപ്പം എക്സാമ്പിൾ ജെൻഡർ സ്പെസിഫിക് റോൾസ്, ഹ്യൂമർ, എത്നിക്, ജോഗ്രഫിക്കൽ ഓർ ഹിസ്റ്റോറിക്കൽ റെഫറൻസസ്. അപ്പോൾ അവൻ്റെ ജാതിപരമായിട്ടുള്ള കാര്യവും അവൻ്റെ മതപരമായിട്ടുള്ള കാര്യവും, അങ്ങനെ അവൻ ഏത് സ്ഥലത്തുനിന്ന് വരുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളെ ഇൻഅപ്രോപ്രിയേറ്റ് കളിയാക്കുകയോ അവൻ്റെ കൾച്ചറിനെ കോട്ടം തട്ടുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങളും വാക്കുകളും, ഇപ്പോൾ പോസ്റ്റുകൾ ഇപ്പം സൈബർ ബുള്ളിങ് കേട്ടിട്ടില്ലേ? അവരൊക്കെ ഒത്തിരി ഫേസ്ബുക്കിലാണെങ്കിലും
അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഒത്തിരി അനാസഭ്യ ഭാഷകൾ കേട്ടിട്ടുള്ളത്, ഭാഷകൾ. അപ്പം അതൊക്കെ ഒന്നും ഒരിക്കലും ഒരു ആരെ കളിയാക്കുകയോ അവരുടെ ജെൻഡറിനെ കളിയാക്കുകയോ ഒന്നും പാടില്ല. അപ്പോൾ അവോയ്ഡ് യൂസിങ് കൺഫ്യൂസിങ് ഗ്രാഫിക്സ് ഓർ ഐക്കൺസ് ദാറ്റ് മേ ബി നോട്ട് വൈഡ്ലി നോട്ട്. അപ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഗ്രാഫിക്സോ ഐക്കൺസോ അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷനിൽ പാടില്ല. സ്പീക്ക് ആൻഡ് റൈറ്റ് ക്ലിയർലി ആൻഡ് സിംപ്ലി. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യം പറയുവാണെങ്കിൽ എഴുതുവാണെങ്കിൽ ഒരു വ്യക്തത വേണം, അതുപോലെ തന്നെ സിമ്പിളായിരിക്കും. അപ്പം ഇന്ന് പഠിച്ചത് ആക്യുറസി, ബ്രെവിറ്റി, ക്ലാരിറ്റി, അപ്രോപ്രിയേറ്റ്നെസ് ആണ്. അപ്പം അത് കഴിഞ്ഞ് മറ്റേ കൾച്ചർ, ആ ഒരു കൾച്ചർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്രോപ്രിയേറ്റ്നെസ്സിൻ്റെ അകത്ത് കൾച്ചർ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുണ്ടാക്കും എന്നുള്ളത്, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ആ ഒരു പോയിൻറ്റ്സ് കൃത്യമായിട്ട് നോക്കാം. അത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണല്ലോ. ഈ ചാപ്റ്റർ ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് നോക്കുക, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഇതിനകത്ത് ഒരു വലിയ എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റത്തെ കഴിഞ്ഞ തവണ ഹെലൻ കെല്ലറിൻ്റെ ഒരു എസ്സേ വന്നില്ലേ, രണ്ടാമത്തെ ദിവസം നടന്ന വിഷൻ എന്താണ്, അതുപോലെ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2 ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്തേ ചോദിക്കുള്ളൂ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദി ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ആർ ദി ചാനൽസ് ആൻഡ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു എസ്സേ ഇതിൻ്റെ അകത്തുനിന്ന് മസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ സെൻറ്റർ ആൻഡ് ഐഡിയ, ആ ഒരു ഫ്ലോ ചാർട്ടൊക്കെ എഴുതേണ്ടിയിരിക്കുന്നു.